അതായത് 0 to 6 month വരെ എന്തായാലും നമ്മൾ മക്കൾക്ക് പാല് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, മുലപ്പാൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ മുലപ്പാൽ കുറവാണെങ്കിൽ പോലും പൊടിപ്പാൽ കൊടുക്കാം, അല്ലാണ്ട് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കരുത്. കാരണം ഈ ഒരു ടൈമിൽ അവർക്ക് ചവക്കാനോ ഇറക്കാനോ ഉള്ള ഒരു കഴിവ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ ഡൈജഷനും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു 6 months ആവണം. ചിലപ്പോൾ ചില കുട്ടികൾക്ക് 6 month ആയിക്കൊള്ളണം എന്നില്ല. ഒരു 5 months അല്ലെങ്കിൽ ഒരു മോർ ദാൻ 6 months 7 months ആയിരിക്കും ചില കുട്ടികൾ കഴിക്കാനാവും. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് വെച്ചാൽ കുട്ടികൾ സപ്പോർട്ടോടി കൂടി ഇരിക്കുക, അതുപോലെ നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ അവർക്ക് വായിൽ വെള്ളം വരിക, അങ്ങനെ ഒരു സലൈവേഷനൊക്കെ വരുമല്ലോ, അതാണ് ഫുഡ് കഴിക്കാനായി എന്നുള്ളതിൻ്റെ സൈൻ. അപ്പോൾ അവരുടെ റിഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ഇറക്കാനുള്ള റിഫ്ലക്സ്, ചെറിയ റിഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു 6 month നമ്മൾ വീനിങ് ഫുഡ് എന്നാണ് പറയാം. ആ ടൈമിൽ ഫുഡ് കൊടുക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അധിക പേരും ചെയ്യുന്നത് എപ്പോഴും കുറുക്ക്, നമ്മൾ ഈ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നതാണ്. എപ്പോഴും നമ്മൾ കുറുക്ക് അല്ലെങ്കിൽ കായ്പ്പൊടി ഇതാണല്ലേ അധികം കൊടുക്കുക. രാവിലെയും കായ്പ്പൊടി, വൈകിട്ട് കായ്പ്പൊടി അല്ലെങ്കിൽ കുറുക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എപ്പോഴും ഒന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്ട് നമുക്ക്